തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി ആനച്ചാടിക്കുത്തിന് സമീപം സ്ഥാപിച്ച കുരിശ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പൊളിച്ചു നീക്കിയത്. ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഭൂമിയിലേക്ക് കുരിശിന്റെ വഴിയെ സംഘടിപ്പിച്ചത്. വൈദികരുടെ നേതൃത്വത്തിലെത്തിയ വിശ്വാസികളെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. അതിക്രമിച്ച് കടന്നാൽ കേസെടുക്കുമെന്ന മുന്നറിയിപ്പ് അവഗണിച്ച് വിശ്വാസികൾ ഭൂമിയിൽ പ്രവേശിച്ചു. വൈദികരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും നടത്തി. കുരിശ് സ്ഥാപിച്ചത് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണെന്ന് വിശ്വാസികൾ അവകാശപ്പെട്ടു. കാരണവശാലും ഇവിടെ ഒരു വനഭൂമിയല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ നിൽക്കുന്ന തെങ്ങ് ഇവിടെ പെരത്തറ കാണിച്ചു തരാം. ഇവിടെ തൊട്ട് താഴെ പെരത്തറ കിടപ്പുണ്ട്. അതുപോലെ ആ തെങ്ങ് കപ്പുലാവെല്ലാം ഉൾപ്രദേശത്തേക്ക് സാറുമാരി ചുറ്റ് ഒന്ന് കണ്ണുപിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിക്രമിച്ച് കയറിയവർക്കെതിരെ കേസെടുക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. മുന്നറിയിപ്പ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് തൊടുപുഴ റിസർവ്പ്പെട്ട റിസർവ് ഫോറസ്റ്റ് ഏരിയയാണ്. ഇത് ഓൾറെഡി ഇതിപ്പോ നിലവിൽ ഇതിൽ അനധികമായി പ്രവേശിച്ച് കുരിശ് സ്ഥാപിച്ച എൻക്രോച്ച്മെന്റും ഇതാണ്. അതിന് പ്രകാരമാണ് നമ്മൾ കുരിശ് റിമൂവ് ചെയ്തത് കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് നോക്കാനുള്ള. കുരിശ് സ്ഥാപിച്ച 10 പേർക്കെതിരെ നേരത്തെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. വിശുദ്ധ വാരത്തിന് ശേഷം കുരിശ് പുനഃസ്ഥാപിക്കാനാണ് പള്ളി ഭാരവാഹികളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.